ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ പെട്ടെന്ന് ഒരു സ്പാർക്ക് കിട്ടി മനസ്സിലാകുന്നു, ഒരു ആഹാ മൂമെൻ്റ് ഉണ്ടാകുന്നു. അത് നമുക്കറിയാം സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസിൽ അതിൻ്റെ ആ എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മൾ കേറ്ററ്റ്, സീറ്ററ്റ്, സെറ്റ് ഈ 3 എക്സാമുകളുടെയും മറ്റൊരു സീസണിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമുക്കറിയാം അടുത്ത LPUPക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ അടുത്ത HSS സീസണുകൾക്ക് മുമ്പായിട്ട് സെറ്റും കേറ്ററ്റും സീറ്ററ്റും ഒക്കെ എഴുതിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് BEd DELED ഒക്കെ ചെയ്ത് ഫൈനൽ ഇയറിലേക്ക് എൻ്റർ ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്റ്റേജാണ്. ഇനിയും സമയം കളയരുത്. ഒരു ഗസ്റ്റായിട്ട് പോലും ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് കേറ്ററ്റ് ആവശ്യമാണ്. ഒരു PSC ആപ്ലിക്കേഷൻ അയക്കണമെങ്കിൽ പോലും നമ്മൾ ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് കേറ്ററ്റ് ആവശ്യമാണ്. അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേറ്ററ്റ്, സീറ്ററ്റ്, സെറ്റ് പോലുള്ള എക്സാമുകൾക്ക് ഈ മൂന്ന് എക്സാമുകൾക്കും കോമൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ 120 മാർക്കിൻ്റെ ജനറൽ പേപ്പറിൽ സെറ്റിൽ 60 മാർക്ക് ചോദിക്കുക സൈക്കോളജി, പെഡഗോഗി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതേപോലെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ, എഡ്യൂക്കേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളിൽ നിന്നാണ്. അതേപോലെ കേറ്ററ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വിവിധ സബ്ജക്റ്റുകൾ നോക്കുവാണെങ്കിൽ 30 മാർക്ക് തൊട്ട് 40 മാർക്ക് വരെ സൈക്കോളജിയും, പിന്നെ ഒരു 20 മാർക്ക് പെഡഗോഗിയും, 20 തൊട്ട് 30 വരെ മാർക്ക് പെഡഗോഗിയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ 70 മാർക്ക് ഈ പറയുന്ന കണ്ടന്റ് തന്നെയാണ് കേറ്ററ്റുകളിലും വരുന്നത്. സീറ്ററ്റും അതേപോലെ തന്നെയാണ് 60 to 70 മാർക്കൊക്കെ ഈ പറയുന്ന സൈക്കോളജിയും പെഡഗോഗി കണ്ടന്റുകൾ കൂടി ചേർന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കോമൺ ആയിട്ടുള്ള കുറേയേറെ ടോപ്പിക്കുകളുണ്ട്. ആ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകളെ കോമൺ ആയി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ എക്സാമുകളിലും ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ പറ്റും. അത് HSA എക്സാമുകളിൽ വരുന്ന പെഡഗോഗി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതേപോലെ HSST എക്സാമുകളുടെ പെഡഗോഗി ക്വസ്റ്റ്യൻസ് ഉണ്ട്, LPUPയിലെ സൈക്കോളജി പെഡഗോഗി ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ പഠനം നിങ്ങൾക്ക് ത്രൂ ഔട്ട് എല്ലാത്തിലും ഉപകാരപ്രദമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത്തരത്തിൽ ഈ എല്ലാ എക്സാമുകൾക്കും ഗുണകരമാകുന്ന രീതിയിലുള്ള 5 ക്വസ്റ്റ്യൻസ്, ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ട് നമ്മൾ ഓരോ സെറ്റ് 5 ക്വസ്റ്റ്യൻസിൻ്റെ സെറ്റ് എടുത്തിട്ട് ആ ക്വസ്റ്റ്യനകത്തുള്ള അഡീഷണൽ ഫാക്റ്റുകൾ, ആ കണ്ടന്റിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്. ഓൾറെഡി ഞാനൊരു ലൈവിൽ ഇതിൻ്റെ ആദ്യ സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ലൈവിൻ്റെ സെഷനിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ റെക്കോർഡർ വേർഷൻ അവൈലബിൾ ആവും. അതിൻ്റെ തുടർച്ചയെന്നോണം 5 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഓരോരോ വീഡിയോസ് ആയിട്ട് ഇനി നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്സ് തീർച്ചയായിട്ടും താഴെ വേണം, നിങ്ങളുടെ കമൻസ് വേണം. കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വീണ്ടും ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെ ഫീഡ്ബാക്സിനും കമൻസിനൊക്കെ അനുസരിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ ക്ലാസ്സുകൾ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ടോപ്പ് 5ൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അസംഷൻസ് ഇൻ ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ്, LSP, ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെൻറ്റ് ആർ. അപ്പോൾ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഡെവലപ്മെൻറ്റ് ഈസ് ലൈഫ് ലോങ്, ഡെവലപ്മെൻറ്റ് ഈസ് യൂണി ഡയറക്ഷണൽ, ബയോളജിക്കൽ, കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യോ ഇമോഷണൽ പ്രോസസ് ആർ interwoven in development. Skills and abilities can be improved throughout the lifespan. അപ്പോൾ ഇതിൽ ഏതെല്ലാമാണ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 1ഉം 2ഉം 3ഉം 4ഉം ഉണ്ടോ? 1ഉം 3ഉം 4ഉം മാത്രമാണോ? 1ഉം 2ഉം 3ഉം ആണോ? 1ഉം 3ഉം 4ഉം ആണോ? അപ്പോൾ ഇതിലേതെങ്കിലും വരാത്തുണ്ടോ എന്ന് കണ്ടെത്തിയാൽ ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പിൾ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്തെ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ക്വസ്റ്റിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡെവലപ്മെൻറ്റ് ഈസ് ലൈഫ് ലോങ് ആണ്, അല്ലേ? ലൈഫ് ലോങ് ആയിട്ടുള്ള പ്രക്രിയയാണ് ഡെവലപ്മെൻറ്റ്. ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ മച്ചുറേഷനോട് ഇല്ലാണ്ടാവുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. യൂണി ഡയറക്ഷനിലാണോ ഡെവലപ്മെൻറ്റ്? ആണോ? ഒരു ചോദ്യം അവിടെ നിൽക്കട്ടെ. ബയോളജിക്കൽ, കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യോ ഇമോഷണൽ പ്രോസസ്സ് എല്ലാം ഇതിൻ്റെ അത് ഭാഗമായിട്ട് വരുന്നുണ്ട്. സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ. ഇതും കറക്റ്റ് ആണല്ലേ? സ്കിൽസും എബിലിറ്റീസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അതെല്ലാം ശരിയായിട്ട് വരുന്നതാണ്. പക്ഷേ രണ്ടാമത്തത് മാത്രം അതിനകത്ത് ശരിയല്ല. അപ്പോൾ 1ഉം 3ഉം 4ഉം മാത്രമാണ് അവിടെ ഓപ്ഷൻ ശരിയായിട്ട് വരുന്നത്. 2 ഇതിൽ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പിളുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതിനാദ്യം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. എന്താണ് ഗ്രോത്ത്? ബോഡിയിലെ ടിഷ്യൂസിൻ്റെയൊക്കെ ഗ്രോത്ത് ആണ്, അല്ലേ? ആ ബയോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഗ്രോത്ത് റെഫേഴ്സ് ടു ദ ചേഞ്ച് ഇൻ ദ പർട്ടിക്കുലർ ആസ്പെക്ട് ഓഫ് ബോഡിയിലെ ചേഞ്ച് ആണ്. എന്നാൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഓവറോൾ ചേഞ്ചിങ് റിസൾട്ടിങ് ഇൻ ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ഓവറോൾ ചില ചേഞ്ചസിനെയാണ് ഡെവലപ്മെൻറ്റ് കാണിക്കുക. ബോഡിയിലെ ചില ആസ്പെക്റ്റുകളെ മാത്രമാണ് ഗ്രോത്ത് കാണിക്കുന്നത്. ഓവറോൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് കാണിക്കുന്നത്. അതായത് സോഷ്യോ ഇമോഷണൽ, കൾച്ചറൽ, ഇതെല്ലാം ഇൻ്റലിജൻസ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഡെവലപ്മെൻറ്റ് വരുന്നത്. പക്ഷേ ഇത് ബയോളജിക്കൽ മാത്രമാണ്. ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ആണ്, മറ്റേത് ക്വാളിറ്റേറ്റീവാണ്.
ക്വാളിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ശരീരം വളരുന്നു അല്ലേ, എൻ്റെ മസിൽസ് വളരുന്നു, ഇതൊക്കെ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. പക്ഷെ ക്വാളിറ്റേറ്റീവ് ആയിട്ട് ഇപ്പം എൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നു, ഇതൊക്കെ എൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതങ്ങനെ നമുക്ക് നേരിട്ട് കാണാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതാണ് മറ്റൊരു വ്യത്യാസം. ഈ വ്യത്യാസങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് എല്ലാ എക്സാമുകളിലും. ദെൻ ഗ്രോത്ത് ഡസ് നോട്ട് കണ്ടിന്യൂ ത്രൂ ഔട്ട് ലൈഫ്, ഇറ്റ് സ്റ്റോപ്പ് വിത്ത് ദ അറ്റൈൻമെൻറ്റ് ഓഫ് മെച്യൂരിറ്റി. മച്യൂരിറ്റിയോടുകൂടി ഗ്രോത്ത് അവസാനിക്കുന്നു. പക്ഷേ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? ലൈഫ് ലോങ്. അത് ഓപ്ഷനിലുണ്ടായിരുന്നല്ലോ, ഡെവലപ്മെൻറ്റ് ഈസ് ലൈഫ് ലോങ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇറ്റ് ഡസ് നോട്ട് എൻഡ് വിത്ത് അറ്റൈൻമെൻറ്റ് ഓഫ് മെച്യൂരിറ്റി. ലൈഫ് ലോങ് പ്രോസസ് എന്ന് പറയുന്നത് ഡെവലപ്മെൻ്റ് ആണ്, ഗ്രോത്ത് അല്ല. ഗ്രോത്ത് ഈസ് നാരോ ഇൻ ഇറ്റ്സ് മീനിങ് ആൻഡ് ഇറ്റ് ഈസ് ഓൺലി വൺ ഓഫ് ദ ആസ്പെക്ട് ഓഫ് ഡെവലപ്മെൻ്റൽ പ്രോസസ്. ഡെവലപ്മെൻ്റൽ പ്രോസസ്സിൻ്റെ ഒരു ആസ്പെക്റ്റ് മാത്രമാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. വളരെ നാരോ ആണ്. ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വൈഡറാണ്, കോംപ്രിഹെൻസീവ് ടേമാണ്. ഗ്രോത്ത് വൺ ഓഫ് ഇറ്റ്സ് ആസ്പെക്റ്റ് മാത്രമാണ് എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കാം. ഗ്രോത്ത് ലിമിറ്റഡ് ആണ്, എന്നാൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ളതാണ് എന്നത് ഓർത്തിരിക്കുക. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യാം. ഇപ്പോൾ ശാരീരികമായിട്ടുള്ള ഗ്രോത്ത് ഇല്ല എങ്കിലും മാനസികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവാം. ഇപ്പോൾ ശരീരം തളർന്നു കിടക്കുന്ന ഒരാളിൽ പോലും അയാൾക്ക്, അല്ലെങ്കിൽ പോളിയോ ബാധിച്ച ഒരാൾക്ക് പോലും മറ്റ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവാമല്ലോ. ഇപ്പോൾ നമുക്ക് ഗിന്നസ് പക്രു, അദ്ദേഹത്തിന് ഉയരമില്ല, പക്ഷേ അദ്ദേഹം ഇത്ര വലിയ ടാലൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആ രീതിയിൽ മറ്റ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത് എന്നും നമുക്കവിടെ പറയാൻ പറ്റും. ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത് ഇല്ലാതെയും ഡെവലപ്മെൻറ്റ് പോസിബിൾ ആണ് എന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്യാം. അടുത്ത്, ദ ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രോത്ത് ആർ ഒബ്സർവബിൾ ആൻഡ് ക്യാൻ ബി ക്വാണ്ടിഫൈഡ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ്. ഗ്രോത്തിൽ വഴിയുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഒബ്സർവബിൾ ആണ്, അളക്കാൻ പറ്റും. എൻ്റെ ശരീരത്തിന് വണ്ണം വെക്കുന്നുണ്ടോ, എൻ്റെ കൈകാലുകൾക്ക് നീളം വെക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ. പക്ഷേ മറ്റതങ്ങനെയല്ല. ചേഞ്ചസ് പ്രൊഡ്യൂസ് ബൈ ഡെവലപ്മെൻറ്റ് ആർ നോട്ട് ഒബ്സർവബിൾ ആൻഡ് കനോട്ട് ബി ക്വാണ്ടിഫൈഡ്. അളന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നൊന്നുമല്ല. മാനസികമായ വളർച്ച, സാമൂഹികമായ വളർച്ച, വൈകാരികമായിട്ടുള്ള വളർച്ച, ഇതൊക്കെ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കാണാൻ പറ്റുമോ? നേരിട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒബ്സർവബിൾ അല്ല എന്നുള്ളതും ഓർത്തിരിക്കുക. ഗ്രോത്ത് ഈസ് ഫിസിക്കൽ ആൻഡ് എക്സ്റ്റേണൽ നേച്ചർ. അപ്പോൾ ഫിസിക്കലായിട്ടുള്ള, ബയോളജിക്കലായിട്ടുള്ള, എക്സ്റ്റേണൽ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഗ്രോത്ത് സ്ട്രക്ചറലാണെന്നും പറയുന്നുണ്ട്. എന്നാൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റേണൽ ആൻഡ് ക്യാൻ ബി ഫിസിക്കൽ ആവാം, സോഷ്യൽ ആവാം, ഇമോഷണൽ ആവാം, ഇൻ്റലക്ച്വൽ ആകാം. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ആണ് എന്നും നമുക്ക് കാണാനായിട്ട് പറ്റും. മറ്റേ സ്ട്രക്ചറിലും ഡെവലപ്മെൻറ്റ് ഫങ്ഷനിലുമാണെന്നും കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്രോത്തും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഗ്രോത്തും ഡെവലപ്മെൻറ്റും പറഞ്ഞു കഴിഞ്ഞിട്ട് ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. അതാണ് നേരത്തെ ക്വസ്റ്റ്യൻ വന്ന ഏരിയ. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് series of changes in an orderly coherent pattern that is directed to the goal of maturity. It tends to follow the following fundamental principles. അപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഹെറിഡിറ്റി, കുറേ ഹെറിഡിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, ചുറ്റുപാടുകളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പോൾ ഹെറിഡിറ്റിയും എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ടാണ് ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നത് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ജനറ്റിക്കലായിട്ടും അതേപോലെ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. മച്ചുറേഷനും ലേണിങ്ങും, അതായത് ഇൻഡിവിജ്വലിൻ്റെ മെച്ചുറേഷൻ അനുസരിച്ചുകൊണ്ട് കുറേ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ട്രെയിനിങ്ങിൻ്റെ ഫലമായിട്ട് അതിൽ മോഡിഫിക്കേഷൻസും ഉണ്ടാവും. അപ്പോൾ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മെച്ചുറേഷൻ ആൻഡ് ലേണിങ്ങിന് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്തിൽ? ഡെവലപ്മെൻറ്റിൽ. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് ഗ്രാജുവൽ ആണ്. തുടർച്ചയും ഗ്രാജുവലുമായിട്ട് വരുന്നതാണ്, കണ്ടിന്യൂസ് ആണ്, ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്നില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഡെവലപ്മെൻറ്റ് ഫോളോസ് ആൻ ഓർഡർലി സീക്വൻസ്. ഒരു ഓർഡർലി സീക്വൻസ് ഫോളോഡ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ നമുക്കവിടെ പഠിക്കാനുണ്ട്. സെഫാലോ കോഡലും പ്രോക്സിമോ ഡിസ്റ്റൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റിന് കൃത്യമായിട്ടുള്ള ഓർഡർലി സീക്വൻസ് ഉണ്ടെന്ന് പറയുന്നു. അതിൽ സെഫാലോ കോഡൽ എന്ന് പറയുന്നത് തല മുതൽ ഫുട്ട് വരെ, ഹെഡ് ടു ഫുഡ്, തല മുതൽ പാദം വരെ എന്നുള്ള രീതിയിലാണ് വളരുന്നതെന്ന് പറയുന്നു. ഒരു കുട്ടി വളർച്ച ഉണ്ടാകുന്ന സമയത്താണെങ്കിലും തലയാണ് ആദ്യം വളരുന്നത്, അല്ലെ? തല വലുതായി കഴിഞ്ഞിട്ട് പിന്നീടാണ് ഉടലുകൾക്ക്, കൈകാലുകൾക്കൊക്കെ നീളം വയ്ക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തല മുതൽ പാദം വരെ എന്നുള്ളതാണ് സെഫാലോ കോഡലെങ്കിൽ പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുന്നത് സെൻട്രൽ ടു പെരിഫറൽ ആണ്. സെൻട്രൽ ടു പെരിഫറൽ ആണ് പ്രോക്സിമോ ഡിസ്റ്റൽ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറയുന്ന പോയിന്റ്സിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുന്നു. ഇനി ഡെവലപ്മെൻറ്റ് ഈസ് എ ക്യുമുലേറ്റീവ് ആൻഡ് പോസിറ്റീവ് പ്രോസസ്സ്.
ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പല പല കാര്യങ്ങൾ ചേർന്നിട്ടുണ്ടാവുന്ന ഒന്നാണ് അല്ലേ. ചൈൽഡ് ഡെവലപ്മെന്റ്, ഏർലി ഡെവലപ്മെന്റ് ആക്ട് ആസ് എ ബേസ് ഓഫ് ദ ലേറ്റർ ഡെവലപ്മെന്റ്. അതായത് ക്യുമുലേറ്റീവ് ആണ്. പലതുപോലെ അത് സ്റ്റെപ്പായിട്ട് കൂടിച്ചേർന്നിട്ടാണ്. ആദ്യകാലങ്ങളുടെ ഡെവലപ്മെന്റ് കൂടിച്ചേർന്നിട്ടാണ് പിൽക്കാലത്തെ ഡെവലപ്മെന്റിന് കാരണമാകുന്നത്. അത് ചേർന്നാണ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ പോകുന്നതും എന്ന് ഓർത്തിരിക്കുക. ഓരോ സ്റ്റേജിലും അനുസരിച്ചിട്ട് മോഡിഫൈ ആയി വരുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. ഡെവലപ്മെന്റ് ഈസ് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സ്. ഓരോ വ്യക്തിക്കും അല്ലെ ഡിഫറൻസ് ഉണ്ടാവും. ദർ ആർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എമോങ് ചിൽഡ്രൻ വിത്ത് റെസ്പെക്ട് ടു വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ്. ഈച്ച് ചൈൽഡ് ഗ്രോസ് അറ്റ് ഹിസ് ഓൺ യുണീക്ക് റേറ്റ്. ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഡെവലപ്പ് ആവുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡെവലപ്മെന്റ് പ്രൊസീഡ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ ടു സ്പെസിഫിക് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമ്മളിപ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് സ്പെസിഫിക് ആയിട്ടുള്ളതിലേക്ക് എത്തുക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ശരീരം വളരുന്നത് തന്നെ ആലോചിച്ച് നോക്കുക. ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ തന്നെ വരുമ്പോഴത്തേക്കും ഒരു കുട്ടി ഒരു പാവ എടുക്കാനായിട്ട് ആദ്യകാലങ്ങളിൽ അവൻ ശരീരം മൊത്തത്തിൽ അനക്കിയായിരിക്കും പോയി എടുക്കുക. പിന്നീടാണ് അവൻ്റെ കൈകാലുകളുടെ വിരലുകൾ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം ശരീരം മൊത്തത്തിൽ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത്, പിന്നീട് കൈകൾ ഉപയോഗിച്ചു, പിന്നീട് വിരലിൻ്റെ അറ്റം ഉപയോഗിക്കുന്നു. അപ്പോൾ സൂക്ഷ്മമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അത് മലയാളത്തിൽ പറയാറുണ്ട്. സോ മൊത്തത്തിലുള്ള ആണ് ഉപയോഗിക്കുന്നത്. പിന്നീടാണ് ചെറിയ ചെറിയ സെൽസ് അല്ലെങ്കിൽ പേശികൾ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയുന്നത്. അതുപോലെ ആദ്യകാലങ്ങളിലൊക്കെ കുട്ടികൾ വഴക്കുണ്ടാക്കുന്ന സമയത്ത് കരയാനായിട്ടൊക്കെ നിലത്തെ കിടന്ന് ഉരുളും, അല്ലെങ്കിൽ ദേഹം മുഴുവൻ ഇട്ടിളക്കി കരഞ്ഞ് നിലവിളിക്കും. പക്ഷേ പിൽക്കാലത്ത് വളരും തോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. ഇപ്പോൾ കണ്ണൊന്നും ജസ്റ്റ് നിറയുന്ന രീതിയിൽ മാത്രമോ അല്ലെങ്കിൽ കവിളൊന്ന് തുടുക്കുന്ന രീതിയിൽ മാത്രമോ ഒക്കെ ആയിട്ട് സങ്കടം കാണിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ആ രീതിയിൽ ജനറൽ ആയിട്ടുള്ളതിൽ നിന്ന് സ്പെസിഫിക് എന്നുള്ള രീതിയിലാണ് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ചെയ്തത്. പല രീതിയിൽ നമുക്ക് തന്നെ പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഡ്യൂറിങ് ഏർലി ഡേയ്സ് ഓഫ് ബർത്ത് ചൈൽഡ് ഷോസ് ജനറൽ undifferentiated and diffused movement and mass responses which gradually become more selected, specific and refined, and later the child shows goal directed responses. അപ്പോൾ ആദ്യകാലങ്ങളിൽ മൊത്തത്തിൽ കാണിക്കുന്ന റെസ്പോൺസുകൾ പിന്നീട് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ളതായിട്ട് മാറുന്നു എന്നുള്ളതാണ് ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയുന്ന റൂളിനകത്ത് പറയുക. ഡിഫറൻറ്റ് ആസ്പെക്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ആർ ഇൻ്റർ റിലേറ്റഡ്. അതായത് ഞാൻ മാനസികമായിട്ട് ഡെവലപ്ഡ് ആണെങ്കിൽ എനിക്കിത് സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കും, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കും. ഒരു മേഖലയിലുള്ള ഡെവലപ്മെൻറ്റ് മറ്റൊരു മേഖലയിലുള്ള ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. ഇപ്പോൾ ശാരീരികമായിട്ടുള്ള വളർച്ച തടസ്സപ്പെട്ടിട്ടുണ്ട്, എനിക്ക് അസുഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ എൻ്റെ ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ്സിനെയും അത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന വേരിയസ് ഡയമെൻഷൻ, ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, ഇമോഷണൽ, ഇതൊക്കെയുണ്ട്. ഇതെല്ലാം പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരു ഹെൽത്തി ബോഡി ഡെവലപ്പ് ചെയ്യും, ഹെൽത്തി മൈൻഡ് ഉണ്ടാവും, ഇമോഷണലി സ്റ്റേബിൾ ആവും, സോഷ്യലി കോൺഷ്യസ് പേഴ്സൺ ആയിട്ട് അയാൾ മാറും. അപ്പോൾ ഡിഫറൻറ്റ് ആസ്പെക്ട് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡെവലപ്മെൻറ്റ് ഈസ് പ്രഡിക്റ്റബിൾ. അതായത് ഓരോ വ്യക്തിയും ഇൻഡിവിജ്വൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് പറയുമ്പോഴും ഒരു പർട്ടിക്കുലർ കാലത്ത് എത്രത്തോളം ഡെവലപ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളൊരു പ്രഡിക്ഷൻ നമുക്ക് ഉണ്ടാവും. ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ അതിനൊരു എല്ലാത്തിനും കോമൺ പാറ്റേണും എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതായിരുന്നു നമ്മുടെ ആൻസർ അല്ലേ. ഡെവലപ്മെൻറ്റ് ഈസ് സ്പൈറൽ ആൻഡ് നോട്ട് ലീനിയർ. യൂണി ഡയറക്ഷനിലോ ലീനിയറോ അല്ല ഡെവലപ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. മറിച്ച് അതെങ്ങനെയാണ്, സ്പൈറലാണ്. ഡെവലപ്മെൻറ്റ് അറ്റ് എനി സ്റ്റേജ് നെവർ ടേക്സ് പ്ലേസ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ഓഫ് സ്പീഡ്. ഒരേപോലെ പോകുന്നില്ല. ചില സമയത്ത് വളരെ പെട്ടെന്ന്, ചില സമയത്ത് സ്പീഡ് കുറഞ്ഞ്, അങ്ങനെ. അപ്പം ആദ്യകാലങ്ങളിൽ കുട്ടി വളരെ പെട്ടെന്ന് വളരും അല്ലേ, ഒരു വയസ്സെന്നൊക്കെ പറയുന്നത്. പിന്നീട് ഒരു ചൈൽഡ്ഹുഡ് കഴിഞ്ഞിട്ട് അഡോളസെൻ്റ് ഏജിൻ്റെ ഗ്യാപ്പിൽ ആ ഒരു സമയത്ത് കുറച്ച് വളർച്ച കുറഞ്ഞു നിൽക്കും. അഡോളസെൻ്റ് ഏജിൽ മറ്റു രീതിയിലും ഒരുപാട് വികാസങ്ങളൊക്കെ ശരീരത്തിൽ സെക്ഷൽ ഓർഗൻസിനൊക്കെ വികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അല്ലേ കുറച്ച് കാലത്തേക്ക് ഒരു അനക്കവും ഇല്ലാതൊക്കെ ഇരിക്കും. അപ്പോൾ ആ രീതിയിൽ ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ ബയോളജിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് പോലും അങ്ങനെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഡെവലപ്മെൻറ്റ് ഈ സ്പൈറലാണ്, നോട്ട് ലീനിയർ. ഒരേ നിരക്കിലല്ല സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ ചോദ്യവും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതാണ് ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഈ സീരീസിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഓരോ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള കേറ്ററ്റിനും സീറ്റിനും സെറ്റിനും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ എഡ്യൂക്കേഷൻ, സൈക്കോളജി, പെഡഗോഗി ആ ഏരിയയിൽ നിന്നുള്ള കണ്ടന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുകയും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതിയാണ് ടോപ്പ് 5 നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ടോപ്പ് 5 രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് യൂസ്ഡ് ഇൻ വെർബൽ ലേണിംഗ്. വെർബൽ ലേണിങ്ങിൽ ഉപയോഗിക്കാത്ത ഒരു മെത്തേഡ് ഏതാണ്? പെയ്ഡ് അസോസിയേറ്റ് ലേണിംഗ്, സീരിയൽ ലേണിംഗ്, ഫ്രീ റീകോൾ, ഇൻസൈറ്റ് ലേണിംഗ്. വെർബൽ ലേണിംഗ് അല്ലേ, വാക്കുകളൊക്കെ പഠിക്കുന്ന വെർബലായിട്ടുള്ള ലേണിങ്ങിൽ പെയ്ഡ് അസോസിയേറ്റ് പരസ്പരം ചേർത്ത് വെച്ച് പഠിക്കാൻ പറ്റും. സീരിയൽ ലേണിംഗ് ഓക്കെ, ഫ്രീ റീകോൾ. പക്ഷേ ഇൻസൈറ്റ് ലേണിംഗ് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ട്? ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്, ഇൻസൈറ്റ് ലേണിംഗ് ഇതുമായിട്ട് കണക്റ്റഡ് അല്ല. ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, എന്താ അത്? ആഹാ മൂമെന്റ് ഉണ്ടാകുന്നതാണ് അല്ലേ. ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്
സഡൻ റിയലൈസേഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ പ്രോബ്ലം സൊല്യൂഷൻ. ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ പെട്ടെന്നൊരു സ്പാർക്ക് കിട്ടി മനസ്സിലാകണം, ഒരു ആഹാ മൂമെൻ്റ് ഉണ്ടാകുന്നു. അത് നമുക്കറിയാം സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസിൽ അതിൻ്റെ ആ എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ പഠനങ്ങളെക്കുറിച്ച് ഇൻസൈറ്റ് ലേണിംഗ് കൃത്യമായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിന് വെർബൽ ലേണിംഗിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ആഹാ മൂമെൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ വരുന്നത് വേറെയാണ്. അത് ആ തിയറി അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ എന്തായാലും അതാണ് ആൻസർ. മറ്റുള്ളത് നോക്ക്, പെയർഡ് അസോസിയേറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഇൻവോൾവ് ലേണിംഗ് പെയർ ഓഫ് വേർഡ്സ്. ആ വേർഡ്സിൻ്റെ പെയർ വെച്ചിട്ട് പഠിക്കുകയാണ്. ആൻഡ് റീകോളിംഗ് ദ സെക്കൻഡ് വേർഡ് വെൻ പ്രസൻറ്റഡ് വിത്ത് ദ ഫസ്റ്റ്. ഇപ്പോൾ ചേർത്ത് വെച്ച് പഠിക്കുന്ന രീതിയാണ് പെയർഡ് അസോസിയേഷൻ എന്ന് പറയുന്നത്. സീരിയൽ ലേണിംഗ് എന്ന് പറയുന്നത് ദിസ് റെഫേഴ്സ് ടു ലേണിംഗ് എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻ എ സ്പെസിഫിക് ഓർഡർ ആൻഡ് റീകോളിംഗ് ദം ഇൻ ദ സെയിം സീക്വൻസ്. ഒരു ഓർഡറിൽ പഠിക്കുന്നതാണ് സീരിയൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഫ്രീ റീകോൾ, ദിസ് മെത്തേഡ് ഇൻവോൾവ് റീകോളിംഗ് ഐറ്റംസ് ഫ്രം മെമ്മറി ഇൻ എനി ഓർഡർ വിത്തൗട്ട് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് സ്ട്രക്ചേഴ്സ്. അപ്പം ഒരു റീകോൾ ചെയ്യുന്ന പരിപാടി, ഫ്രീ റീകോൾ, കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നത്, അതെല്ലാം വെർബൽ ലേണിംഗിൽ പറ്റും. പക്ഷേ ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ്, കൊഗ്നിറ്റീവ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അത് വെർബൽ ലേണിംഗിൽ വരുന്നില്ല എന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ദ എബിലിറ്റി ഓഫ് എ ടെസ്റ്റ് ടു പ്രൊഡ്യൂസ് കൺസിസ്റ്റന്റ് ആൻഡ് സ്റ്റേബിൾ സ്കോർ ഈസ് ഇറ്റ്സ്. കൺസിസ്റ്റന്റ് ആൻഡ് സ്റ്റേബിൾ സ്കോർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റിൻ്റെ കഴിവിനെ സ്റ്റാൻഡർഡൈസേഷൻ, റിലയബിലിറ്റി, മീൻ ഡീവിയേഷൻ, വാലിഡിറ്റി, ഇതിലേതാ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സെറ്റിനും കേരറ്റിനും സീറ്ററ്റിനും റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട ആശയം. വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അത് റിലയബിലിറ്റി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. സോ കൺസിസ്റ്റന്റ് ആൻഡ് സ്റ്റേബിൾ സ്കോർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ റിലയബിലിറ്റി ആണ് അതിൻ്റെ ആൻസർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡർഡൈസേഷൻ എന്താ? അത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെയ്യുന്ന, സ്റ്റാറ്റിയിൽ ചെയ്യുന്ന സാധനമാണ് അല്ലേ. പ്രോസസ് എൻഷുറിംഗ് ദാറ്റ് ദ ടെസ്റ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ആൻഡ് സ്കോർഡ് കൺസിസ്റ്റൻ്റ്ലി അക്രോസ് ഡിഫറെൻറ്റ് ടെസ്റ്റ് ടേക്കേഴ്സ് ഓഫൺ ബൈ എസ്റ്റാബ്ലിഷിംഗ് നോംസ് ആൻഡ് യൂണിഫോം പ്രൊസീജിയേഴ്സ്. അപ്പം നല്ല രീതിയിലാക്കാൻ, സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ടുള്ള, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ടെസ്റ്റിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് സ്റ്റാൻഡർഡൈസേഷൻ ഉദ്ദേശം. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് തന്നെയാണ്. അത് തീർച്ചയായിട്ടും ആവറേജ് ഡീവിയേഷനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് മീൻ ഡീവിയേഷൻ എടുക്കുന്നുണ്ട്. അത് ടെസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ട് അതിന് വലിയ ബന്ധമൊന്നുമില്ല. വാലിഡിറ്റി എന്ന് പറയുന്നത്, റിലയബിലിറ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ കണ്ട അല്ലേ. കൺസിസ്റ്റന്റ് ആൻഡ് സ്റ്റേബിൾ സ്കോർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റിലയബിൾ ആണ്. വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടെസ്റ്റ് മെഷർ വാട്ട് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു മെഷർ. എന്താണോ ഒരു ടെസ്റ്റ് മെഷർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് അത് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് വാലിഡ് ആണെന്ന് പറയാൻ പറ്റും. എ ടെസ്റ്റ് ക്യാൻ ബി റിലയബിൾ ബട്ട് നോട്ട് നെസസറിലി വാലിഡ് ഇഫ് ഇറ്റ് കൺസിസ്റ്റൻ്റ്ലി പ്രൊഡ്യൂസ് ദ സെയിം റിസൾട്ട് ബട്ട് ഡസ് നോട്ട് മെഷർ ദ ഇൻറ്റൻഡഡ് കോൺസെപ്റ്റ്. അപ്പോൾ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരേ റിസൾട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ ഉദ്ദേശിച്ച സാധനം അല്ല റിസൾട്ടായിട്ട് കാണിക്കുന്നതെങ്കിൽ അത് വാലിഡ് അല്ല. അപ്പോൾ റിലയബിൾ ആയിട്ടുള്ളൊരു ടെസ്റ്റ് വാലിഡ് ആവണം നിർബന്ധമില്ല. ആ വ്യത്യാസം മനസ്സിലായോ? വാലിഡിറ്റി എന്ന് പറയുന്നത് എന്താ? ടെസ്റ്റ് മെഷർ വാട്ട് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു മെഷർ ആണ്. എന്നാൽ റിലയബിലിറ്റി എന്ന് പറയുന്നത് എന്താ? കൺസിസ്റ്റന്റ് ആൻഡ് സ്റ്റേബിൾ സ്കോർ കിട്ടിയാൽ മാത്രം മതി. ആ ഇൻറ്റൻഡ് ചെയ്ത സാധനം തന്നെ മെഷർ ചെയ്യണമെന്നൊന്നും ഇല്ല. പിന്നെ കുറച്ച് ടൈംസ് കൂടി അവിടെ പഠിക്കാനുണ്ട്. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. ഒബ്ജക്റ്റിവിറ്റി, ഒബ്ജക്റ്റീവ് ആയിരിക്കണം ഒരു ടെസ്റ്റ്. ടെസ്റ്റ് ഈസ് ഒബ്ജക്റ്റീവ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീസ് ഫ്രം പേഴ്സണൽ ബയാസ് ഇൻ ഇന്റർപ്രറ്റിംഗ് ഇറ്റ്സ് സ്കോപ്പ് ആസ് വെൽ ആസ് ഇൻ സ്കോറിംഗ് ദ റെസ്പോൺസസ്. ഒബ്ജക്റ്റീവ് ആകണം ഈ ടെസ്റ്റ്. ഒബ്ജക്റ്റീവ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ്, പേഴ്സണൽ ബയാസിൽ ഫ്രീ ആണെങ്കിൽ അത് ഒബ്ജക്റ്റിവിറ്റി ഉള്ള ടെസ്റ്റ് ആണെന്ന് ഓർത്തിരിക്കാം. കോംപ്രിഹെൻസീവ്നെസ്, ഒരു ടെസ്റ്റ് ആ എൻ്റയർ സിലബസും കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോംപ്രിഹെൻസീവ്നെസ് ഉണ്ട് ആ ടെസ്റ്റിന്. ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗീവൺ ടു ഓൾ ദ റിലവൻറ്റ് ലേണിംഗ് മെറ്റീരിയൽസ്. അതേപോലെ വാലിഡിറ്റി ഓഫ് എ ടെസ്റ്റ് ഈസ് വാലിഡ് ഇഫ് ഇറ്റ് മെഷർ വാട്ട് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു മെഷർ. എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് മെഷർ ചെയ്യുന്നെങ്കിൽ വാലിഡിറ്റി. അടുത്ത റിലയബിലിറ്റി, നമ്മൾ ഓൾറെഡി കണ്ടതാണ് വാലിഡിറ്റി റിലയബിലിറ്റി അല്ലേ. കൺസിസ്റ്റൻസി, ഡിഗ്രി ഓഫ് കൺസിസ്റ്റൻസി വിത്ത് വിച്ച് ഇറ്റ് മെഷർ വാട്ട് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു മെഷർ എന്നുള്ളതാണ്. ദെൻ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ, a test should be able to discriminate the response on the basis of the phenomenon measured. ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓരോരുത്തരെയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഡിസ്ക്രിമിനേറ്റിംഗ് പവർ ഉണ്ടെങ്കിൽ അതിന് ആ കഴിവുള്ളതായിട്ട് നമുക്ക് പറയാൻ പറ്റും. യൂട്ടിലിറ്റി, എ ടെസ്റ്റ് ഹാസ് യൂട്ടിലിറ്റി ഇഫ് ഇറ്റ് ഈസ് പ്രൊവൈഡ്സ് ദ ടെസ്റ്റ് കണ്ടീഷൻസ് ദാറ്റ് വുഡ് ഫെസിലിറ്റേറ്റ് റിയലൈസേഷൻ ഓഫ് ദ പർപ്പസ് ഫോർ വിച്ച് ഇറ്റ് ഈസ് മീൻ. അതിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി ഉണ്ടെന്ന് പറയാം. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞത്. ഇതൊക്കെ അതിൻ്റെ പ്രത്യേകത. അതിൽ വാലിഡിറ്റി, റിലയബിലിറ്റി ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഏരിയയിലെ കാര്യങ്ങൾ ഒന്ന് ഇതിനോടൊത്ത് റിവൈൻഡ് ചെയ്ത് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എൻട്രിയിൽ മുഴുവൻ കോഴ്സുകളും കേറ്ററ്റിൻ്റെ, സീറ്ററ്റിൻ്റെ, സെറ്റിൻ്റെയും സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സെപ്പറേറ്റ് കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി മാച്ച് ദ ഫോളോവിങ് ആണ്. തിയറി ഓഫ് സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, സൈക്കോ അനലിറ്റിക് തിയറി, സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി. അപ്പുറത്ത് മാസ്ലോ ഉണ്ട്, ഫ്രോയിഡ് ഉണ്ട്, വൈഗോസ്കി ഉണ്ട്. അപ്പോൾ ആ ഓർഡർ ഏതാണെന്ന് അറിയുക എന്നുള്ളതാണ്. തിയറി ഓഫ് സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം,
സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്ന് മലയാളത്തിൽ പറയാം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വൈഗോസ്കിയാണ് അല്ലേ. കൊളാബറേറ്റീവ് ലേണിങ്ങും കോപ്പറേറ്റീവ് ലേണിങ്ങും റെസിപ്രോക്കൽ ടീച്ചിങ്ങും സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ZPDയും സ്കഫോൾഡിങ് വഴി അതിനെ കയറ്റിവിടുന്നതും ഒക്കെ വൈഗോസ്കിയൻ തിയറിയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. വൈഗോസ്കിയുടെ തിയറി നന്നായിട്ട് പഠിച്ചു. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ആവർത്തിക്കണം, എല്ലാ എക്സാമുകളിലും എലിജിബിലിറ്റി ടെസ്റ്റുകളിലും എല്ലാം ആവർത്തിക്കുന്നതാണ്. ഇനി സൈക്കോ അനലിറ്റിക്കൽ തിയറി ആരെന്നാ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ആ തിയറിയാണ് അല്ലേ. അതിൽ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അതിനകത്ത് വളരെ പ്രധാനമായിട്ടും നമുക്കറിയാം ഫാലിക് സ്റ്റേജ്, അനാൽ സ്റ്റേജ്, ലേറ്റന്റ് സ്റ്റേജ്, അതുപോലെ ഈഗോ, സൂപ്പർ ഈഗോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സിഗ്മണ്ട് ഫ്രോയിഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി, എബ്രഹാം മാസ്ലോ, ഹയറാർക്കി ഓഫ് നീഡ്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഞാനത് ഓരോരുത്തരുടെയും തിയറി എടുത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നുള്ളതുകൊണ്ട് അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. നിങ്ങൾ ആ ഓരോ തിയറിയും പഠിച്ചു വെക്കണം. എല്ലാ തിയറിയും നിന്ന് ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. തിയറി ഓഫ് സോഷ്യൽ കോഗ്നിറ്റീവിസം വൈഗോസ്കി, സൈക്കോ അനലിറ്റിക് തിയറി സിഗ്മണ്ട് ഫ്രോയിഡ്, ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എബ്രഹാം മാസ്ലോ. നമ്മൾ ഈ പറയുന്ന എല്ലാം ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആവർത്തിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് കേട്ടോ. അതിൽ നിന്നാണ് നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അടുത്ത നോക്കുക, ഒബ്സർവേഷണൽ ഓർ വിക്കേരിയസ് ലേണിംഗ് റാദർ ദാൻ ദ ലേണിംഗ് ബേസ്ഡ് ഓൺ ദ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഈസ് ദ ബേസ് ഓഫ്. ഏതാണ്? ഒബ്സർവേഷണൽ ഓർ വിക്കേരിയസ് ലേണിംഗ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറി ആണോ? ഇൻസൈറ്റ് കാരണമാണോ? അല്ല. ഒപ്പാരൻ കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണോ? അല്ല. ട്രയൽ ആൻഡ് എറർ ആണോ? അല്ല. ബെന്ദൂരാസ് സോഷ്യൽ ലേണിംഗ് തിയറി, മോഡലിംഗ്, നമ്മളൊരാളെ കണ്ടുപഠിക്കുന്ന പരിപാടിയൊക്കെ ബെന്ദൂരാസ് സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. ഒബ്സർവേഷണൽ ഓർ വിക്കേരിയസ് ലേണിംഗ് റാദർ ദാൻ ദ ലേണിംഗ് ബേസ്ഡ് ഓൺ ദ ഡയറക്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ബെന്ദൂരാസ് സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. അപ്പോൾ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷനും തരാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തണം. കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വീണ്ടും ടോപ്പ് 5 ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്. നിങ്ങൾ ഇത്തവണ ആദ്യ ശ്രമത്തിൽ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.